പിണറായിയുടെ നവകേരള സദസ്സിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഒരു കൊമ്പനാനയും 20 പിടിയാനകളും കൂടിയിട്ടുള്ള യാത്ര. അണ്ണാവെ പറ്റി പറഞ്ഞ അതാണ് മഞ്ചേശ്വരത്തിന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് സമാപിച്ച ഒരു മഹാദുരന്തത്തിന്റെ യാത്ര. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഒരു ലക്ഷറി കോച്ചുള്ള യാത്ര. ലക്ഷറി കോച്ചിന്റെ ചെലവ് തന്നെ 1.5 കോടിയാണ്. എന്താ ഉറക്കം വരുന്നു. ബസിന്റെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കുന്നത് 20 മന്ത്രിമാരെയും കൊണ്ടൊരു യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നാണമില്ലല്ലോടാ നിനക്ക്. ബസ്സില് മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേക ഇരിപ്പിടം, അത് കറങ്ങുന്ന കസാല. അതായത് പുറകിലുള്ള മന്ത്രിമാർ വല്ല ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കറക്കാം കസാല. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനു പുറമെ ബസ്സിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ മുട്ടിന് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. 2 സ്റ്റെപ്പ് ഇറങ്ങാൻ തക്കവണ്ണം മുട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. നേരെ സ്റ്റേജിലേക്ക് പോവാണ്, ഇടവും വലവും നോക്കുന്നില്ല. നേരെ സ്റ്റേജിൽ ചെല്ലുന്നു, മൈക്ക് എടുക്കുന്നു, UDF-നെ 4 ചീത്ത വിളിക്കുന്നു, സ്വന്തം ഗവൺമെന്റിന്റെ ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി പറയുന്നു. അവസാനം പറയുന്നു കേന്ദ്രം ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കേന്ദ്രത്തിനെ കുറിച്ച് ആകെ പരാതി ഞങ്ങൾക്ക് കക്കാനുള്ള വിഹിതം തരുന്നില്ല. എന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. നാണമില്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചു. കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ. വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന. ഇതിന്റെ അകത്ത് നടന്ന് പെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കക്കൂസ് വെച്ചില്ല. ഇതിന് പുറമെ ആ ബസ് തിരിക്കാൻ വേണ്ടി സർവ്വ വിദ്യാലയങ്ങളെയും മതിലും പൊളിച്ചു. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. മതില് പൊളി യാത്രയായിരുന്നു. ഇടുക്കിയിലെ തൊടുപുഴയിൽ ചെന്നപ്പോ ഗസ്റ്റ് ഹൗസിന്റെ മതിലാ പൊളിച്ചു. അവിടെ പൊളിക്കാൻ വിദ്യാലയങ്ങളൊന്നും കിട്ടിയില്ല. കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഗസ്റ്റ് ഹൗസിന്റെ മതില് പൊളിച്ചു. ഈ യാത്ര സമാപിച്ചപ്പോ ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, കേരളത്തിലെ ഏത് പ്രശ്നത്തിനാണ് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.